എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് മോളെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് മോള് വരുന്നതാണ് കേട്ടോ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. മോള് വണ്ടിയിലല്ല പോവാറ്. അവിടെ അടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി വെക്കും. പാഠം കഴിഞ്ഞിട്ട് വേണം റോഡിലേക്ക് കയറാൻ. അപ്പോൾ ഉച്ച സമയത്താകുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ പോയിട്ട് വണ്ടി ഒരു വീട്ടിൽ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ബസ് കയറി പോവുകയാണ് പതിവ്. ഇല്ലാത്ത ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ടാക്കും. അപ്പോൾ പിന്നെ കൊണ്ടുവരാനും ഞാൻ തന്നെ പോകണം. പരീക്ഷയായിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ പരീക്ഷയൊക്കെ അവർ വേറെ ഗ്രൂപ്പ് ആയതുകൊണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ മോൾക്ക് മാത്രമേ ഉള്ളൂ എക്സാം. ഇന്ന് അവളുടെ ലാസ്റ്റ് മാത്സ് എക്സാം ആയിരുന്നു. അത് കുറച്ച് വിഷമമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആലോചനയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വ്ളോഗാണ്. ഗ്യാസ് തീർന്നു. അപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് മാറ്റി വെക്കുമ്പോൾ ഇനി എന്ന് കിട്ടും എന്നുള്ളൊരു ചിന്തയിലാണ്. മറ്റേത് ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞാൽ അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ 4 ദിവസം കൊണ്ടൊക്കെ അടുത്ത കുറ്റി സിലിണ്ടർ വരുമായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ഗ്യാസിന് ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ മാസം ഗ്യാസ് ഇറക്കിയവർക്ക് ഈ മാസം ഇനി ബുക്കിംഗ് ഇല്ല, അടുത്ത മാസമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ ന്യൂസിൽ പറയുന്നത് കേട്ടുള്ളൂ 35 ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത സിലിണ്ടർ ഇറങ്ങുള്ളൂ എന്ന്. അപ്പോൾ യുദ്ധം നമ്മളുടെ അടുക്കള വരെ എത്തി. അടുക്കള പൂട്ടേണ്ട ഒരു അവസ്ഥയൊന്നും എത്തണതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പുറത്തടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്യാസിൽ ചെയ്ത് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ യുദ്ധമൊക്കെ എത്രയും വേഗം തീർന്ന് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു. വീട്ടമ്മമാർക്കൊക്കെ വലിയൊരു വിഷമം തന്നെയാണല്ലോ ഗ്യാസ് തീരുമ്പോൾ. പിന്നെ മോള് വന്ന് മേലൊക്കെ കഴുകി അവൾ ഞാൻ മുറ്റടിക്കായിരുന്നു. അപ്പോൾ അവളാണ് മുറ്റടിച്ചോളാന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് നേരമൊക്കെ പരീക്ഷയുടെ വിഷമമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. മാത്സ് ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ടീച്ചർ എപ്പോഴും പറയും നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആവുന്നത്ര പഠിച്ചു പോയി, പക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഭക്ഷണം ചോറ് രാത്രിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പാസ്ത ഉണ്ടാക്കുകയാണ്. അതിന് ഉള്ളി വഴറ്റുന്നൊക്കെ ഉണ്ട്. പിന്നെ ഏട്ടന് കഞ്ഞിയും ചുട്ട പപ്പടമാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്. ഏട്ടന് മുറിവ് ഡ്രസ്സ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാനും മോളും ഏട്ടനും പിന്നെ ഭർത്താവിൻ്റെ ഏട്ടനാ കൂടിയിട്ട് അങ്ങനെ എല്ലാവരും 4 ആളും കൂടിയിട്ടാണ് പോവാറ്. മുന്നേയൊക്കെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയിരുന്നത്. ഇപ്പോൾ ഡോക്ടർ വേറൊരു ക്ലിനിക്കിലും കൂടി ഇരുന്നിട്ട് അതിന് ശേഷമാണ് രാത്രി ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ചില ദിവസം വൈകുമ്പോൾ ഓട്ടോക്കാരൻ പോവും. പിന്നെ നമ്മൾ അവിടുന്ന് വേറെ വണ്ടി വിളിക്കണം. ഇതൊക്കെ ഇരട്ടി ചിലവായ കാരണം കൊണ്ട് ഈ 2 വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഡോക്ടർ വരുന്നവരെ കാത്തിരുന്നാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ 2 വണ്ടിയായിട്ടാണ് പോവാറ്. അപ്പോൾ ഏട്ടന് ഭക്ഷണം കൊടുത്ത് കുളിക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം വേണം പോവാൻ. പിന്നെ ഞാനും മോളും ഭക്ഷണം കഴിച്ചു. ഞാൻ ചോറ് തന്നെയാണ്, മോള് പാസ്തയാണ് കഴിക്കണത്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി ചീസിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്ങനെയായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് മാത്രം കഴിക്കാനല്ല, അവളതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ രാത്രി വരുമ്പോഴേക്കും സമയമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടാ പോണേ. ഇനി വന്നാൽ കിച്ചൻ്റെ ഡോറ് തുറക്കില്ല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പോയാൽ പിന്നെ ആ പണിയില്ലല്ലോ. വരുമ്പോഴേക്കും ഏകദേശം നേരം വൈകുകയും ചെയ്യും. അപ്പോൾ മോളിതേ ഉള്ളി വാട്ടിയതൊക്കെ അതിലിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ കഴിച്ചപ്പോഴും തെറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അവളുടെ രാത്രിയിലെ ഭക്ഷണം. അപ്പോൾ നിങ്ങളുടെ രാത്രിയിൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ റെഡിയായിട്ട് പോകാൻ നിന്നു. അപ്പോഴേക്കും ഭർത്താവിൻ്റെ ഏട്ടനും വന്നിരുന്നു. അവർ രണ്ടാളും ഒരു സ്കൂട്ടിയിലും ഞങ്ങൾ മറ്റേ സ്കൂട്ടിയിലും പോയി. മോള് പോരാൻ കാരണം തന്നെ സ്കൂട്ടി ഓടിക്കാമല്ലോ അങ്ങോട്ട് പോകുമ്പോൾ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ ഞാനാണ് കേട്ടോ ഓടിക്കുക. അമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ മോളെ ഇവിടെ രാത്രിയൊന്നും ഒറ്റയ്ക്കാക്കി പോകാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടിയിട്ട് പോകും. ഡോക്ടർ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലെ കാഴ്ചകൾ. അപ്പോൾ രാത്രിയിൽ യാത്ര ഇല്ല എന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിപ്പിക്കൂ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദേ അവർ പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളും ഇറങ്ങുകയാണ്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമില്ല. അടുത്ത് തന്നെയാണ് ഡോക്ടർ. ചാലശ്ശേരിയിലാണ് ഡോക്ടർ വരിക.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ